ചില ചെറിയ ടോപ്പിക്കുകളുണ്ട് കേരള PSC പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നവ. അതിലൊന്നാണ് ഇന്ത്യൻ ചരിത്രത്തിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ച് പഠിക്കാം. അതിൽ വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ മുഴുവൻ കവർ ചെയ്യാം. എൻ്റെ പേര് രഘുനന്ദനൻ MP. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നിരന്തരമായി ലഭിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പോളുകളൊക്കെ ചെയ്യുന്നതിനും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ടെലിഗ്രാം ചാനൽ ലിങ്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ യൂട്യൂബ് വീഡിയോ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് തീരുമാനിച്ച ആ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയായിരുന്ന ആൾ, അഥവാ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആൾ, ഇതൊക്കെ തന്നെ ഒരാളാണ്. അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ക്ലെമന്റ് ആറ്റ്ലി. മറക്കണ്ട. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരെല്ലാമായിരുന്നു ബ്രിട്ടനിലെ പ്രധാന പദവികളിൽ എന്ന് നോക്കാം. ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു. നമ്മൾ പറയാറില്ലേ ജോർജ് കുട്ടി, അല്ലേ? ഇപ്പോൾ ഗൾഫിൽ നിന്ന് നമ്മൾ ജോർജ് കുട്ടി കിട്ടിയെന്ന് വരില്ല, പക്ഷേ യൂറോപ്പിലൊക്കെ നമ്മൾ പറയുമ്പോൾ ജോർജ് കുട്ടി എന്നാണ് പറയുക, അല്ലേ? ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പൈസയാണ്. അപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് എത്രാമനാണ്? അതും കൂടി ഒന്ന് ഓർക്കണം. ആറാമനാണ്. ജോർജ് എത്രാമനാണ്? ആറാമനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയും ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റനുമാണ്. അദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റനാണ്. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിൻ്റെ പദവി ഗവർണർ ജനറൽ എന്നായി മാറി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റനാണ്. പിന്നീട് മൗണ്ട് ബാറ്റന് ശേഷം ഇന്ത്യക്കാരൻ തന്നെ ഗവർണർ ജനറലായി. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, C രാജഗോപാലാചാരിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാലും C രാജഗോപാലാചാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറൽ, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ്. ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവിയിലിരുന്ന ആളും അദ്ദേഹം തന്നെയാണ്. അവസാനത്തെ ആളാരാണെന്ന് ചോദിച്ചാലും C രാജഗോപാലാചാരിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ്? JB കൃപലാനിയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് K കേളപ്പനാണ്. K കേളപ്പൻ എന്ന് പറഞ്ഞാൽ കേരള ഗാന്ധി. പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആൾ 1930 ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി. ഇതൊക്കെ കേളപ്പനാണ്, അല്ലേ? ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു പദമാണ് K കേളപ്പൻ. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരാളാണ്. അപ്പോൾ നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരാണ് ബ്രിട്ടനിലെ രാജാവ്? ജോർജ് ആറാമൻ. ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. ആരാണ് വൈസ്രോയി? അത് മൗണ്ട് ബാറ്റൻ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JB കൃപലാനി, KPCC പ്രസിഡന്റ് K കേളപ്പൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അത് രാജേന്ദ്ര പ്രസാദാണ്. ഇപ്പോൾ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വൈസ്രോയി മൗണ്ട് ബാറ്റനാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റനാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ആദ്യം ഗവർണർ ജനറൽ എന്നുള്ള പദവിയായിരുന്നു, അല്ലേ? ആദ്യം ഗവർണർ ജനറൽ ആയിരുന്നു. അപ്പോൾ അത് ബംഗാളിൽ നിന്നാണ് തുടങ്ങുന്നത് ഭരണം, ബ്രിട്ടൻ ഭരണം തുടങ്ങുന്നത്. ആ കാലം മുതൽ ഉള്ള പദവിയാണ് ഗവർണർ ജനറൽ. പക്ഷെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു സമരമായിരുന്നല്ലോ. അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ക്യൂൻസ് പ്രൊക്ലമേഷൻ, അല്ലേ, വരികയാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ഈ ഗവർണർ ജനറൽ എന്നുള്ള പദവി എന്തായി മാറി? വൈസ്രോയി ആയി മാറി. അപ്പോൾ 1858 മുതലാണ് പിന്നീട് വൈസ്രോയിമാർ തുടങ്ങുന്നത്. ആ വൈസ്രോയിമാരിൽ ഏറ്റവും അവസാനത്തെ ആൾ ആണ് ആരെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അദ്ദേഹമാണ്
പിന്നീട് എന്തായി മാറിയത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് മാറുന്നത്. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിക്ക് മറ്റു പല പേരുകൾ കൂടിയുണ്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ തന്നെയാണ് ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നത്. ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നതും ബാൾക്കൻ പ്ലാൻ എന്ന് പറയുന്നതും ഡിക്കി ബേർഡ് പ്ലാൻ എന്ന് പറയുന്നതും, ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നെല്ലാം പറയുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാനാണ്. 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത്. അപ്പം മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിക്കുന്നത് 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിലാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും എന്തിനെ അംഗീകരിച്ചു? മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമായിരുന്നു. അല്ലേ, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുലരുകയാണ് എന്ന വളരെ സാഹിത്യാത്മകമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. വിധിയുമായുള്ള കൂടിക്കാഴ്ച. ലോകമാകെ ഇരുട്ടായിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. ഇതും ജവഹർലാൽ നെഹ്റുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസംഗമാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് ഗാന്ധി വെടിയേറ്റ് മരിച്ച അന്ന് നടത്തിയ പ്രസംഗമാണ്. ഗാന്ധിയുടെ മരണവുമായി സംബന്ധിച്ച് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഈ രണ്ട് പ്രസംഗങ്ങളും ജവഹർലാൽ നെഹ്റുവുമായിട്ട് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വിധിയുമായി കൂടിക്കാഴ്ച, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. ഈ രണ്ട് പ്രസംഗങ്ങൾ, ഒന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നടത്തിയത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ നടത്തിയത്. ഈ രണ്ട് പ്രസംഗങ്ങളും ജവഹർലാൽ നെഹ്റുവാണ്. മറ്റ് ചരിത്രപ്രസിദ്ധമായ പ്രസംഗങ്ങൾ ഏതെല്ലാമാണ്? മുതുകുളം പ്രസംഗം PSCക്ക് ചോദിച്ചിട്ടുണ്ട്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ ഓർമ്മയുണ്ടല്ലോ. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സവർണജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ സ്ഥാപക നേതാവാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം C കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗം ഏതാണ്? C കേശവനാണ്. വിധിയുമായി ഒരു കൂടിക്കാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം മഹാത്മാഗാന്ധിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം മഹാത്മാഗാന്ധിയാണ്. ചിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദനാണ്. ചിക്കാഗോ പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയുള്ള അവസാനത്തെ ബഹുജന സമരവും ഏറ്റവും ശക്തമായ ബഹുജന സമരവുമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. എന്നാൽ ചിക്കാഗോ പ്രസംഗം എന്ന് പറയുന്നത് അമേരിക്കയിലെ ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗമാണ് ചിക്കാഗോ പ്രസംഗം. സർവമത സാരവും ഒന്നാണ് എന്നായിരുന്നു ആ പ്രസംഗത്തിൻ്റെ അതുവരെയുള്ള ഒരു പതിവെന്ന് പറഞ്ഞാൽ, ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരൻ്റെ തൻ്റെ മതത്തിൻ്റെ നന്മ പറയുകയും മറ്റൊരു മതക്കാരൻ്റെ നന്മയെ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണെന്ന് പറയുന്ന പ്രസംഗമായിരുന്നു സ്വാമി വിവേകാനന്ദൻ നടത്തിയത്, ചിക്കാഗോ പ്രസംഗം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് എന്ത് നടക്കുന്നത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ബംഗാളിലാണ് ആരംഭിക്കുന്നത്. സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തുകയാണ് റോബർട്ട് ക്ലൈവ് ആ യുദ്ധത്തിൽ, പ്ലാസി യുദ്ധത്തിൽ. ബംഗാൾ നവാബായിരുന്നു. അങ്ങനെ ബംഗാളിൽ ഭരണം ആരംഭിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1856 ആകുമ്പോഴേക്കും
ഇന്ത്യയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ നിയന്ത്രണത്തിലായി. ഒന്നുകിൽ ഈ ബംഗാളിലെ പോലെ യുദ്ധത്തിലൂടെ നേരിട്ട് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, ഇപ്പം മലബാർ അതിനൊരു ഉദാഹരണമാണ്. മലബാറിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി ആ ശ്രീരംഗപട്ടണം ഉടമ്പടി, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അതോടുകൂടി മലബാറിൽ പിന്നെ ഒരു രാജാവില്ല, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. എന്നാൽ തിരുവിതാംകൂറും കൊച്ചിയും ഇന്നത്തെ കേരളത്തിലെ പഴയ നാട്ടുരാജ്യങ്ങളാണ്. ഇന്നത്തെ കേരളം എന്ന പ്രദേശത്തതുണ്ട്, പക്ഷെ പഴയ കാലത്ത് അങ്ങനെ കേരളം എന്നുള്ള ഒരു സംസ്ഥാനമില്ല ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ. അവിടെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ പ്രദേശങ്ങളാണ്. ആ മലബാറിൻ്റെ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുമ്പോഴും കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവിതാംകൂറിലും രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുമായി വ്യത്യസ്ത ഉടമ്പടികൾ വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യങ്ങളിൽ ആ രാജാക്കന്മാർ നിലനിൽക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളുണ്ട്. അതിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലും, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് പാകിസ്ഥാനിലും ചേരാം. നാട്ടുരാജ്യങ്ങൾക്ക് രണ്ട് യൂണിയനിലും ചേരുകയോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായി നിൽക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ജൂൺ 3 പ്ലാൻ എന്നൊക്കെ പറയപ്പെടുന്ന ഈ പ്ലാനിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? 565 നാട്ടുരാജ്യങ്ങൾ. നോക്കൂ, ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഓരോ ചെറിയ രാജ്യങ്ങളായി മാറിയാൽ നമ്മളിന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുമോ? തുള വീണ ഒരു ഭൂപടമായിരിക്കും അല്ലേ? ആ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അവിടെ നടന്ന സമരങ്ങളുടെ ഫലമായി, അവിടെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുടെയൊക്കെ ഫലമായി ആ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ആ നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാർ, ആ ലയനക്കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുള്ള മന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി പദവി. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിനെ ഈ കാര്യത്തിൽ സഹായിച്ചൊരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേരാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ അഥവാ VP മേനോൻ. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി എന്ന് പറയുന്നത് VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി അദ്ദേഹവും VP മേനോനാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. VP മേനോനുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. അതുകൊണ്ട് 1ഉം 3ഉം അടങ്ങിയതായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പോൾ VP മേനോനുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഓപ്ഷൻ D ആണ് 1, 3. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ആരുടെ കൃതിയാണ്? ഇതൊക്കെ SCERT ബുക്കിൽ വന്നതുകൊണ്ടാണ് ആ ചോദ്യം, അല്ലാതെ എല്ലാ ആളുകളുടെയും പുസ്തകം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ദ ട്രാൻസ്ഫർ ഓഫ് പവർ, ഈ 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച VP മേനോൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും അത്? അധികാര കൈമാറ്റമാണ്. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് അധികാരം തരുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് അധികാരം തരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ചേരേണ്ടവർക്ക് ചേരാം, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് മാത്രം അവർക്ക് വേണമെങ്കിൽ എവിടെയും ചേരാം, പാകിസ്ഥാനിലും ചേരാം. ഇനി അതുകൂടാതെ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിലോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ സ്വതന്ത്രമായുമോ നിൽക്കാം. അങ്ങനെയുള്ള 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തെ സഹായിച്ച ഒരാളാണ് VP മേനോൻ. അതുകൊണ്ട് തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് അധികാര കൈമാറ്റം തീർച്ചയായും ആ പുസ്തകം ആരുടേതാണ്?
VP മേനോനിൻ്റേതാണ്. അധികാര കൈമാറ്റമല്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ. നാട്ടുരാജ്യങ്ങളുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് 1947 മെയ്യിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. ഇതിൽ 3 ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഏകദേശം തയ്യാറാവുന്നുണ്ട്, ഒടുവിൽ തയ്യാറാവുന്നുണ്ട്. 3 ഒഴികെ 3 പിന്നീട് ലയിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നത്, അതും പിന്നീട് ലയിക്കുന്നുണ്ട്. അതിലൊന്നാണ് കാശ്മീർ. കാശ്മീർ പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. മറ്റൊന്നാണ് ജുനഗഡ്, ഹൈദരാബാദ്, ഈ 3. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ കാശ്മീരുണ്ട്, ജുനഗഡ് ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഏതെല്ലാമാണത്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തെ സഹായിച്ച മലയാളി VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ ആണ്. ബിക്കാനീർ ആണ് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ഭാവ്നഗർ അല്ലെങ്കിൽ ബിക്കാനീർ, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ അത് ഉത്തരം എഴുതുക. രണ്ടും വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം പിന്നീട് ക്യാൻസൽ ആക്കാനാണ് സാധ്യത. അപ്പോൾ ഭാവ്നഗർ എന്ന് പറയാം. മറ്റൊരു തരത്തിൽ ബിക്കാനീർ ആണെന്ന അഭിപ്രായവുമുണ്ട്. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം, അത് നേരിട്ട് ചേർന്നു. പിന്നെ ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ഒരു കരാറ് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യമാണ് കാശ്മീർ. ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസിംഗ് ആണ്. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26-നാണ്. 1947 ഒക്ടോബർ 26-നാണ് കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാർ ഒപ്പുവെച്ചത്. 1947 നവംബറിൽ ഒരു വർഷത്തേക്കുള്ള തൽസ്ഥിതി കരാറിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം കൂടിയാണ് ഹൈദരാബാദ്. ഹൈദരാബാദിനെ ഇന്ത്യൻസുമായി കൂട്ടിച്ചേർത്തത് ഒരു സൈനിക നടപടിയിലൂടെയാണ്. സൈന്യത്തിന് ഇറങ്ങേണ്ടി വന്നു ഹൈദരാബാദിൽ ജനങ്ങൾ ആവശ്യമുയർത്തി, രാജാവ് സമ്മതിച്ചില്ല. അങ്ങനെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. എന്താണ് അതിൻ്റെ പേര്? ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോഴുള്ള നിസാം മിർ ഉസ്മാൻ അലിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? മിർ ഉസ്മാൻ അലി. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത വർഷം 1948 സെപ്റ്റംബറിലാണ്. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്നു ഇദ്ദേഹം. വാപ്പാല പങ്കുണ്ണി മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ മാത്രമല്ല, ദ സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ആ പുസ്തകവും അദ്ദേഹത്തിൻ്റെയാണ്. രണ്ടും ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലേ. രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇൻ്റഗ്രേഷൻ, ഇന്ത്യയുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. VP മേനോൻ ഒഡീഷയുടെ ഗവർണറായി മാറുന്നുണ്ട് 1951-ലാണ്. പക്ഷേ 1952 SCRT ബുക്ക് പ്രകാരം. 1951 ശരിക്കുള്ള കൊല്ലം, പക്ഷേ SCRTയിലെ ഈ ഉത്തരവും PSC പരിഗണിക്കും. അപ്പോൾ VP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951, SCRT പാഠപുസ്തക പ്രകാരം 1952. റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം, ലയനക്കരാർ വഴി നമുക്കറിയാം കാശ്മീരാണ്. ഇന്ത്യയിൽ ആദ്യമായി ചേർത്തത് ഭാവ്നഗർ അഥവാ ബിക്കാനീർ ആയിരിക്കും നാട്ടുരാജ്യം, ഇന്ത്യയിൽ ആദ്യം ചേർന്നത്. ലയനക്കരാർ വഴി ആദ്യം ചേർന്ന നാട്ടുരാജ്യം ഏതാണ്? അത് മറക്കണ്ട, അത് കാശ്മീരാണ്. ഓപ്പറേഷൻ പോളോ സൈനിക നടപടിയിലൂടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. എന്നാൽ റഫറൻഡം ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യമാണ് ജുനഗഡ്. അപ്പോൾ സൈനിക നടപടിയിലൂടെ ഹൈദരാബാദ്, ഓപ്പറേഷൻ പോളോ, ലയനക്കരാർ വഴി കാശ്മീർ, അതുപോലെ തന്നെ റഫറൻഡം ജനഹിത പരിശോധന
റഫറൻഡം വഴി ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അവസാനം. ആ 3 നാട്ടുരാജ്യങ്ങളും എങ്ങനെ ജോയിൻ ചെയ്തു നിങ്ങൾ മനസ്സിലായല്ലോ. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽ ദാസ് ഗാന്ധിയാണ്. ആ ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽ ദാസ് ഗാന്ധിയാണ്. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏതെല്ലാം വകുപ്പ് മാറണം? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഇത് കൈമാറേണ്ടതുണ്ടായിരുന്നു. പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1947 ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയിട്ടും ഇവിടെ കോളനികളുണ്ട്. ഫ്രഞ്ചുകാരുടെ കോളനികളും പോർച്ചുഗീസുകാരുടെ കോളനികളും അവിടെ ബാലൻസ് വന്നു. അങ്ങനെ 1954 ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അവിടെയൊക്കെ സമരങ്ങൾ നടന്നു. ഇപ്പം മാഹി ഗാന്ധി ഐക്യ കുമാരൻ മാസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പം മാഹി വിമോചന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ്. 1947 ശേഷം 7 വർഷം കഴിഞ്ഞിട്ടാണ് 47+7 1954 ഫ്രഞ്ച് കോളനികൾ സ്വതന്ത്രമാകുന്നത്. അതായത് പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലും യാനവും. എന്നാൽ വീണ്ടും 7 വർഷം കഴിഞ്ഞ് 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയുക അവസാനം വരെ കണ്ടവർ. താങ്ക് യു.